ചില്ലുകുപ്പിയിൽ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇരിക്കും. ഇതിൻ്റെ അകത്ത് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കണ്ട, ഇതാണ് അതിന്റെ സത്തെല്ലാം കൂടി എടുത്ത്. ഹലോ, നമസ്കാരം. ഞാൻ ക്രിസ്റ്റഫർ മുക്കാട്. ഒരു തലയിൽ തേക്കാനായിട്ടൊരു എണ്ണ തയ്യാറാക്കാനായിട്ടാണ്. ഇത്തിരി കറിവേപ്പിലയൊക്കെ ആദ്യം ഒടിച്ചെടുത്ത്, ഇനി കുറച്ച് വേപ്പിന്റെ ഇലയൊക്കെ ഒടിച്ചെടുക്കണം. എല്ലാം നമ്മുടെ ഇവിടെ തന്നെയൊക്കെ ഉണ്ട്. ഇനി കുറച്ച് ആര്യവേപ്പിലയും കൂടി പിച്ചെടുക്കുക. ഇപ്പം മരം നമ്മൾ ഇവിടെ ഒരു ഷെഡ് കെട്ടിയപ്പോഴത്തേക്ക് കുറച്ച് ഇതൊക്കെ ആയിരുന്നു, എന്നാലും ഉണ്ട്, കിളിച്ച് വിടാൻ ഫ്രഷ് ഇല ആര്യവേപ്പില. അപ്പോൾ ഇതും കൂടിയൊക്കെ നമുക്ക് പിച്ചെടുത്ത് എണ്ണയിൽ ആഡ് ചെയ്യാനാണ്. ഇത് ഞവരയും കൂടി ഒന്ന് പിച്ചെടുക്കുക. ഞവരയുണ്ട്, ഇത്രയും ഞവരയും പിച്ചെടുത്ത് ഒരു കറ്റാർ വാഴയും കൂടി ഒന്ന് വെട്ടിയെടുക്കാം. കാരണം അല്പസ്വല്പമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതെല്ലാം കിട്ടുന്നത്. അതെ, അപ്പം നമ്മൾ 1 കിലോ ചെക്കിലാട്ടിയ വെളിച്ചെണ്ണയ്ക്ക് തലയിൽ തേക്കാനുള്ള എണ്ണ തയ്യാറാക്കാനാണ്. അപ്പോൾ അതിലേക്ക് എടുത്തേക്കുന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് നിങ്ങളെ കൂടി പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ചുമന്നുള്ളി ഒരു 15 എണ്ണം, നെല്ലിക്ക 10 എണ്ണം, കുറച്ച് കറിവേപ്പില, ആര്യവേപ്പില ഒരു കൈപ്പിടി എടുക്കാം, പിന്നെ തുളസിയുണ്ട്, ചെമ്പരത്തി പൂവുണ്ട്, ഞവര ഉണ്ട്, പിന്നെ കറ്റാർ വാഴ ഒരു 4 എണ്ണമൊക്കെ ആവാം. പിന്നെ ഇത് ഇച്ചിരി കൂടിയോ കുറഞ്ഞൊക്കെ അത് നിങ്ങളുടെ ഏതാ ഇഷ്ടം പോലൊക്കെ ഇച്ചിരി ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഈ എണ്ണ കാച്ചാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ജ്യൂസ് ആക്കിയതിന് ശേഷം അത് തുണിയിൽ അരിച്ച് ആ ജ്യൂസ് എടുത്ത് ആണ് നമ്മൾ എണ്ണ വീണ്ടും ഈ ചട്ടിയിലൊഴിച്ച് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആ രീതി ഒന്ന് നിങ്ങളിലൂടെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ പറഞ്ഞ ഐറ്റംസ് എല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ച് താണ്ട് ഈ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അരിച്ചെടുത്ത് അത് നല്ലൊരു ഇരുമ്പെട്ടി വെച്ച് അതിൻ്റെ അകത്ത് കൊണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഇതേപോലെ ഇരിക്കുക. ഇതാണ് അതിൻ്റെ സത്തെല്ലാം കൂടി എടുത്തേക്കുന്നത്, അരിച്ചെടുത്തതാണ്. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ 1 കിലോ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. നാടൻ വെളിച്ചെണ്ണയാണ്, നമ്മൾ ചെക്കിലാട്ടിയ വെളിച്ചെണ്ണ ഇപ്പം മേടിച്ചേക്കുന്നത്. അതിൻ്റെ ഇതിൽ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. മൊത്തം എണ്ണയെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പരിപാടി തുടങ്ങാം. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ, ആ രീതിയാണ് കണ്ടത്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണയും നമ്മൾ ചേർത്ത ഐറ്റംസ് എല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സായി നമ്മുടെ എണ്ണയും മറ്റും നമ്മൾ ചേരുവ എല്ലാം കൂടി ചേർത്തതാണ്ട് നല്ല വൃത്തിയായിട്ട് തിള വന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് അങ്ങനെ കുറച്ച് നേരവും കൂടി വെക്കണം. അത് എപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല, ഇടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ ടൈമിംഗ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് പറയാം. നമ്മുടെ എണ്ണ ഏകദേശം തയ്യാറായി. 1 മണിക്കൂറോളം ചെറിയ തീയിൽ കിടന്നാണ് അതിൻ്റെ മട്ടെല്ലാം അടിഞ്ഞു കൂടി വന്ന്. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റി ഒന്ന് എടുക്കാം. നല്ല രീതിയിൽ തന്നെ നല്ല നമ്മൾ കോരി മാറ്റാം. വേണ്ട, നല്ല കറകറായിരിക്കുന്നുണ്ട്. അത് നമ്മൾ ബാക്കി എല്ലാ സത്തും നമ്മുടെ എണ്ണയ്ക്കകത്ത് ഇറങ്ങി. ഇതാണ് ഇതിൻ്റെ രീതി. കണ്ടില്ലേ, ഇത്രയും തന്നെ പിന്നെ മട്ടി വന്നിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ തയ്യാറാക്കുമ്പോൾ മിക്സിക്കകത്ത് ഇടുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇടാതെ വേണം അടിച്ചെടുക്കാനായിട്ട്. അടിച്ച് അതിൻ്റെ ചാറെടുത്ത് വേണം നമ്മൾ ഒഴിച്ചത്. എന്നിട്ട് പോലും വേണ്ട, ഇത്രയും അതിൻ്റെ മട്ടി മേളിൽ തെളിഞ്ഞു വന്നു. ഇതെല്ലാം ഇങ്ങനെ കോരി മാറ്റാവുന്നതാണ്. അതുകൊണ്ട് നമ്മളെല്ലാം കോരി കളഞ്ഞത് കൊണ്ടാണ് നല്ല കണ്ണീര് പോലെ ഇരിക്കുക. പിന്നെ നെല്ലിക്കായും കറിവേപ്പിലയൊക്കെ ചേർത്തത് കൊണ്ട് നല്ല തലയ്ക്ക് നല്ല തണുപ്പും മുടിക്ക് കറുപ്പും ഒക്കെ കിട്ടും. പിന്നെ ഉള്ളിയുണ്ട്, അപ്പോൾ അത് മുടി കിളിക്കാനും പൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ നല്ലതാണ്. നമ്മുടെ തലയിൽ തേക്കാനുള്ള എണ്ണ തയ്യാറായി. നമ്മൾ നല്ലോണം തണുത്ത് നമുക്ക് ബോട്ടിലിലോട്ട് ഒഴിക്കുക. അതുകൊണ്ട് ചില്ലുകുപ്പിയാണ് ഇത് തയ്യാറാക്കി നമ്മളൊരു ചില്ലുകുപ്പിയിൽ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇരിക്കും. ഞങ്ങൾ ഏതാണ്ട് 1 വർഷത്തോളം ഇത് ഉപയോഗിക്കും. ഒരു കേടുപാടുകളും സംഭവിക്കത്തില്ല. കാരണം ഇതിൻ്റെ അകത്ത് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കണ്ട, നല്ല സ്വയംഭം സാധനമാണ്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ എണ്ണ. ഇത് നമ്മൾ തലയിൽ തേച്ച് ആഴ്ച 2 പ്രാവശ്യമൊക്കെ തേച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് നല്ല കുളിർമയൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് മുടി പൊഴിയുന്നതിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടും. പിന്നെ അതുകൂടെ തന്നെ താരനും ഒക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒരാഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ജലദോഷമോ പിന്നെ തുമ്മലോ ഒക്കെ വരാതിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഏറിയ ഒരു എണ്ണയാണ്. കാരണം ഇതെല്ലാം നിങ്ങൾ കണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് നമ്മുടെ പരിസരത്ത് നിന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ബായ്.